പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നേ ദിവസം നിങ്ങൾ നിയോഗം സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ പട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പ് ജപമാല ചൊല്ലി നിങ്ങൾ നിയോഗം സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുക. രണ്ടാമത്തെ പട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പ് നിങ്ങൾ നിയോഗം സമർപ്പിച്ച് എത്രയും ദൈവമുള്ള മാതാവ് എന്ന പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയും നിങ്ങൾ നിയോഗം സമർപ്പിച്ച് 7 തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.